ഇപ്പോൾ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ വന്നിരിക്കുകയാണ്. തന്നെയാണ്. പിന്നെ അതിനുപരിയായിട്ട് മറ്റ് അഴിമതികൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രി മുതൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ളവരുടെ അഴിമതി കേസുകൾ, ഇതെല്ലാം ജനങ്ങൾക്ക് മടുത്ത ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷം നൽകി UDF-നെ ഭരണത്തിലേറ്റിയിരിക്കുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെ അവർ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. തൂഫാൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തൂഫാൻ ഓപ്പറേഷൻ CPM കൊടുക്കുന്ന മെസ്സേജ്, ഞങ്ങൾക്ക് വേണ്ടി കൊല നടത്തിയാൽ നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായി നിങ്ങളുടെ വിവാഹം നടത്താം, നിങ്ങളുടെ മറ്റു ചടങ്ങുകൾ നടത്താം, പുറത്തു വന്ന് നിങ്ങളുടെ പ്രണയങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, സാധാരണക്കാരനേക്കാൾ ഏറ്റവും മുന്തിയ രീതിയിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ജനങ്ങൾ കൊടുത്ത വലിയ മറുപടി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം, CPM-ന്റെ അണികൾ ഉൾപ്പെടെ ഇപ്രാവശ്യം കോൺഗ്രസിന് UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം മടുത്തു. ആഭ്യന്തര വകുപ്പ് തോന്നിയ പോലെയായിരുന്നു. അതിനെ കൺട്രോൾ, ആ വകുപ്പിനെ, നമ്മുടെ പോലീസ് സേന ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിന്റെ പോലീസ് സേന. പക്ഷെ അവരെ ശരിയായ രീതിയിൽ മോണിറ്റർ ചെയ്യാതെ അവരെ കൊണ്ട് പാർട്ടിയുടെ പണിയോ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ജോലികളോ ചെയ്യിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഹായ്, വെൽക്കം ടു സിനിമ കമ്പനി. ദിസ് ഇസ് ഗണേഷ് സത്യകുമാർ. ഓപ്പൺ കോർട്ടിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് രാഷ്ട്രീയ പ്രവർത്തകയും KPCC ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മിരി വർഗീസ് ആണ്. ഹായ് മാഡം, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പ്രതീക്ഷ നിലനിർത്തക്ക രീതിയിലുള്ള ഭരണമാറ്റം ഉണ്ടാകുമോ? അതിന് സംശയമില്ലല്ലോ. കാരണം നിങ്ങൾ ചോദിച്ച പോലെ കഴിഞ്ഞ 10 വർഷക്കാലം സാധാരണ ജനങ്ങൾ, എല്ലാ തരത്തിലുള്ള ജനങ്ങളും പലതരത്തിലുള്ള സമരങ്ങൾ നടത്തേണ്ടി വന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടത്. ഒരു ഭരണകൂടം ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് അവര് പറയുന്ന നിരവധി വാഗ്ദാനങ്ങളുണ്ട്. അവർ ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ നടപ്പിലാക്കാൻ, പ്രത്യേകിച്ച് അടിസ്ഥാന വർഗത്തെ സംബന്ധിച്ച്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച്, ഏറ്റവും താഴെത്തട്ടിൽ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചൊക്കെ അതൊന്നും നടപ്പിലാക്കാൻ പറ്റാതെ പോയ വർഷങ്ങളാണ് കണ്ടതും. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. കുട്ടികൾ, സ്ത്രീകൾ, ചെറുപ്പക്കാർ, തൊഴിലിനു വേണ്ടി ചെറുപ്പക്കാർ സമരം ചെയ്യേണ്ടി വരുന്നു. ആശാ വർക്കേഴ്സ് സമരം ചെയ്യേണ്ടി വരുന്നു. ആശുപത്രികൾ ശരിയായ രീതിയിൽ, ഗവൺമെന്റ് ആശുപത്രികൾ, ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഏക ആശ്രയമായ മെഡിക്കൽ കോളേജുകൾ, ഇതെല്ലാം തന്നെ ഇതിന്റെയൊക്കെ സിസ്റ്റം ഫെയിലിയർ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചത് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ സിസ്റ്റം ഫെയിലിയർ ആരോഗ്യവകുപ്പിൽ മാത്രമല്ല, എല്ലാ വകുപ്പുകളിലും സിസ്റ്റം ഫെയിലിയർ കണ്ട വർഷങ്ങളായിരുന്നു കടന്നു പോയത്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതിനുപരിയായിട്ട് മറ്റ് അഴിമതികൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ളവരുടെ അഴിമതി കേസുകൾ, ഇതെല്ലാം ജനങ്ങൾക്ക് മടുത്ത ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷം നൽകി UDF-നെ ഭരണത്തിലേറ്റിയിരിക്കുന്നത്. അത് വലിയ ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും. ആ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഏറ്റെടുത്ത ഭരണകൂടത്തിന്റെ, ഭരണ സാരഥ്യം വഹിക്കുന്നവരുടെ ഒക്കെ ലക്ഷ്യമാണ്. അത് തുടക്കം മുതൽ തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. പ്രകടന പത്രികയിൽ 5 പ്രഖ്യാപനങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര എന്നുള്ളത്, പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ളത്, ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം ഒരു കുടുംബത്തിന് നൽകും എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിൽ തന്നെ ഉണ്ടായിരുന്നു, ഗ്യാരണ്ടികൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നിലവിലുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആശാ വർക്കേഴ്സ് ഏറ്റവും അധികം 1 വർഷത്തോളം സമരം ചെയ്തവർ, അവരുടെ വേതനം വർദ്ധിപ്പിക്കാൻ ഈ ഭരണത്തിലേറിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു.
കേരയിൽ നിരവധി ആളുകളുടെ പ്രശ്നമായിരുന്നു. കേരയിൽ മഞ്ഞക്കുറ്റി നാട്ടിയിരിക്കുന്നു. അവർക്ക് സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. അവർക്ക് ട്രാൻസാക്ഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അത് ഉടൻ തന്നെ അതിനൊരു തീരുമാനത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെ അവര് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. തൂഫാൻ എന്ന് പറഞ്ഞ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തൂഫാൻ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെയൊക്കെ പല മേഖലകളിലും ഇന്നലെയൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നത് നമ്മൾ കണ്ടാണ്. അപ്പോൾ അങ്ങനെ പുതിയ പദ്ധതികളുമായി ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോവാണ്. തുടക്കമാണ്. പ്രഖ്യാപനങ്ങളല്ല, അത് നടപ്പിലാക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ. ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുന്നേ പി.സി. വിഷ്ണുനാഥ് പറഞ്ഞിരുന്നു, ഭൂരിപക്ഷത്തിലെത്തിയാൽ 10 മിനിറ്റിനകം തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നുള്ളത്. പക്ഷേ ആര് പറഞ്ഞു? പി.സി. വിഷ്ണുനാഥ് ഉം. പറഞ്ഞിരുന്നു. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഏകദേശം 10 ദിവസത്തോളം എടുത്തുവെന്ന് തോന്നുന്നു. അത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. ഈ സ്ഥാനമാനങ്ങളിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ എന്തുകൊണ്ടാണ് ഒരു ഒത്തൊരുമയില്ലാത്തത്? ഈ 10 മിനിറ്റ് കൊണ്ട് വിഷ്ണു പറഞ്ഞോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ മറുപടി ഒന്നും പറയേണ്ട ആളല്ല. ആ, പാർട്ടിക്കൊരു രീതിയുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എല്ലാ കാലത്തും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യവും പോയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാറില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്ററി പാർട്ടി കൂടും, ഘടകകക്ഷികളുടെ അഭിപ്രായം, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഇതെല്ലാം കേട്ടതിന് ശേഷം ഹൈക്കമാൻഡ്, ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഹൈക്കമാൻഡാണ് ഒരു തീരുമാനമെടുക്കുക. ആ രീതി തന്നെയാണ് ഇപ്രാവശ്യം അവലംബിച്ചിരിക്കുന്നത്. അഭിപ്രായങ്ങളെല്ലാം സമന്വയിച്ചു. പക്ഷേ ഫൈനലി ഒരു തീരുമാനം AICC എടുക്കുകയാണ് ഉണ്ടായത്. ഇവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല. ഇവിടെ ആ, ചില ആളുകൾ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളൊക്കെ, മാധ്യമങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, അവർക്ക് വാർത്തയാണ് വേണ്ടത്. ഓരോ ദിവസവും അവർക്ക് വാർത്ത പൊലിപ്പിക്കുക, വാർത്ത കൂടുതൽ ശക്തമാക്കുക, കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുക എന്നുള്ളത് അവരുടെ പ്രശ്നമാണ്. അതിന് കോൺഗ്രസിന്റെ ശൈലി ശരിയല്ല എന്ന് പറയരുത്. കോൺഗ്രസിന്റെ ശൈലി എവിടാണ് തെറ്റിയത്? തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് 4-ാം തീയതി വരുന്നു. ഞാൻ പറയാം, 4-ാം തീയതി റിസൾട്ട് വരുന്നു. വിതിൻ 2 ഡേയ്സ്, 2 ദിവസത്തോളം MLA മാർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസി പോയി നന്ദി പറയുന്ന പരിപാടിയുണ്ട്. അത് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അത് കഴിഞ്ഞ് തന്നെ ഇമ്മീഡിയറ്റ് തന്നെ AICC-യുടെ ഒബ്സർവേഴ്സ് ഇവിടെ വന്നു. അവർ വന്ന് ആദ്യം പാർലമെന്ററി പാർട്ടി കൂടി. അവിടെ പിന്നെ എന്താ KPCC പ്രസിഡന്റ്, KPC പാർലമെന്ററി പാർട്ടിയിൽ KPC പ്രസിഡന്റ് ഇത് കാർഗയെ ഏൽപ്പിക്കുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് കാർഗയെ ഇത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കാർഗയിലേക്ക് കൊടുക്കുന്ന പ്രമേയം പാസ്സാകുന്നു. സപ്പോർട്ട് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് സപ്പോർട്ട് ചെയ്യുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് അതിൻ്റെ എല്ലാ ഡ്യൂ പ്രോസസ്സിലാണ് അതെല്ലാം നടന്നിരുന്നത്. അത് കഴിഞ്ഞ് അവർ ഡൽഹിയിൽ ചെന്ന് ചർച്ചകൾ കഴിഞ്ഞു. പിന്നീട് ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തു. അന്ന് തന്നെ ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തു. പിന്നീട് മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച ചെയ്തു. ഇവിടെ ഒരാളല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇപ്പൊ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിൽ ഒരു ഇപ്പൊ CPM-ലാണെങ്കിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയായി ചിലപ്പോൾ പ്രഖ്യാപിക്കും. ഈ പ്രഖ്യാപിച്ച ആള് വരാതിരുന്ന സാഹചര്യവും CPM-ൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇവിടെ ആരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് ഏറ്റവും പര്യാപ്തരായ 3 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു. 3 പേരും ഒരുപോലെ അതിന് യോഗ്യരായിട്ടുള്ള ആളുകളാണ്. ആ 3 പേരിൽ ഒരാളെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നമാണ് സത്യം പറഞ്ഞാൽ ദേശീയ കമ്മിറ്റി AICC-യെ സംബന്ധിച്ച്. പക്ഷെ അവരത് പല കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു സെറ്റിൽമെന്റിലെ ഒരാളായേ പറ്റുള്ളല്ലോ, അങ്ങനെ ഒരാളിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. അവിടെ ഒന്നും ഞാൻ പറയുന്നത് ഇതൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, ഇതൊരു പ്രാദേശിക പാർട്ടിയൊന്നും അല്ലല്ലോ. അപ്പൊ അതിൻ്റെതായ പ്രോസസ്സുണ്ട്. അത് ആദ്യം സമയമൊന്നും എടുത്തിട്ടില്ല. വളരെ 10 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുത്ത് 21 ദിവസം, 31 ദിവസം, 50 ദിവസമൊക്കെ എടുത്ത ചരിത്രം നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ. അപ്പോൾ നമ്മൾക്ക് ഈ 10 ദിവസം എടുത്തു, 8 ദിവസം, 20 ദിവസം, 21 ദിവസം, 25 ദിവസം, 50 ദിവസം എടുത്തിട്ടുണ്ട് കേരളത്തിൽ. അപ്പൊ അങ്ങനെ അത് വിതിൻ ആ പറയുന്ന ആ ടൈമിനുള്ളിൽ ഒരു സമയപരിധി ഉണ്ടല്ലോ, ആ സമയപരിധിക്കുള്ളിൽ അതിനൊരു തീരുമാനം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അഭിപ്രായമുള്ള ഒരു വലിയ പാർട്ടി, ഇതൊരു വലിയ ജനാധിപത്യ പ്രസ്ഥാനം, അതിൻ്റെ അകത്ത് നിരവധി അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചൊരു തീരുമാനം വരണ്ടേ? അതിനൊരു പ്രോസസ്സിംഗ് ടൈം ഉണ്ടല്ലോ. അല്ല, ഞാൻ ചോദിച്ചത്, ഞാനും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് പോലെ തന്നെയാണ്, കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്.
അപ്പോൾ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ടായിരുന്നു 100-ൽ കൂടുതൽ സീറ്റ് നേടുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഉറപ്പുണ്ട് എന്ന് ഞങ്ങൾ പുള്ളി തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊരു ചിന്ത വന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന കാര്യം വന്നപ്പോഴത്തേക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നതകൾ വരുന്നു, അണികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ഒരു ഇവർക്ക് എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു തോന്നലുണ്ടായി. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു പ്രശ്നവും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. ആ, നവമാധ്യമങ്ങളിൽ ഉം, നവമാധ്യമങ്ങളിൽ ചില ആളുകൾ ഉം, പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഫ്ലെക്സ് പല നേതാക്കന്മാരുടെ ഫ്ലെക്സ് വെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാ കാലത്തും ജയിച്ചു കഴിയുമ്പോൾ പിന്തുണ നൽകിക്കൊണ്ട് വിവിധ നേതാക്കന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടൊക്കെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഇതൊക്കെ സാധാരണ എല്ലാ കാലത്തും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ അകത്തൊന്നും അഭിപ്രായ ഭിന്നത എന്ന് പറയാനില്ല. പക്ഷെ നവമാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില ആളുകൾ ഫേക്ക് അക്കൗണ്ടുകളിലൂടെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരൊന്നും യഥാർത്ഥ പാർട്ടിക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല ഈ ഫ്ലെക്സുകൾ യഥാർത്ഥത്തിലുള്ള പാർട്ടിക്കാരാണെങ്കിൽ അങ്ങനെ പാർട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെ മോശമാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടില്ലല്ലോ. അപ്പം കോൺഗ്രസ്സുകാരായിട്ടുള്ള ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്കൊരു നേതാവിനെ പിന്തുണയ്ക്കുന്നതിൽ ഇതിൻ്റെ അകത്ത് ഒരു പ്രയാസവുമില്ല. കോൺഗ്രസിനുള്ളിൽ അതിനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. അപ്പം ഏതെങ്കിലും ഒരു നേതാവിനെ പിന്തുണയ്ക്കാം. പക്ഷെ മറ്റൊരു നേതാവ് അടുത്ത് നിൽക്കുന്ന മറ്റൊരു നേതാവ് മോശക്കാരനാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നതും എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നതും ഒക്കെ ശരിയായ പ്രവണതയല്ല. അത് കോൺഗ്രസ്സുകാർ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. 10 കൊല്ലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആളാണ്. 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നു വി ഡി സതീശൻ. അപ്പോൾ പകല് പോലെ വ്യക്തമാണ് താഴ്ന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത് വി ഡി സതീശനാണെന്നുള്ള കാര്യം, മുഖ്യമന്ത്രി വി ഡി സതീശനാണെന്നുള്ള കാര്യം. എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈ മഴ പറഞ്ഞല്ലോ ഇപ്പോൾ ചർച്ചകൾ നടത്തിയെന്നുള്ളത്. അപ്പോൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും വ്യക്തമാണ് പുള്ളിയാണ് ഇത്രയും വർക്ക് ചെയ്തത്, കോൺഗ്രസിനെ വിജയിക്കാനൊരു റീസൺ പുള്ളിയാണെന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് പാർട്ടിക്കുള്ളിൽ? കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ലേ? അല്ല, ഇത്രയും വ്യക്തമായിട്ട് പുള്ളിയാണെന്ന് അറിയാമല്ലോ. എന്നിട്ട് പിന്നെ എങ്ങനെ എന്തുകൊണ്ട് എങ്ങനെ അറിയാം? പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാൻ പുറം ആദ്യമേ പറഞ്ഞല്ലോ, അങ്ങനെ ആ, പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഈ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരുന്നോ? ഇല്ല. ഇല്ല, അത് ശരി, അത് മനസ്സിലായി. എല്ലാവർക്കും അവരവരുടേതായ ആ, ഉത്തരവാദിത്തങ്ങളുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല ആ, ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. അദ്ദേഹത്തിന് പാർട്ടി ഏൽപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ ആയിരുന്നു. അതിനു മുൻപ് മുൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സജീവമായി ഇടപെടലുകൾ നടത്തിയും പാർട്ടി പ്രവർത്തനവും നടത്തി തന്നെയാണല്ലോ. അദ്ദേഹം CWC മെമ്പർ ആണല്ലോ. അത് മുൻ KPC പ്രസിഡന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റോള് ചെയ്തിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ റോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ എല്ലാവരും മത്സരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പിനെ എല്ലാ അർത്ഥത്തിലും നിയന്ത്രിക്കുകയും എല്ലാ പിന്തുണ കൊടുക്കുകയും AICCയുടെ ഒബ്സർവേഴ്സ് ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. പരാജയപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം പ്രത്യേകമായി ഒബ്സർവേഴ്സിനെ വെച്ച് അവിടുത്തെ ട്രബിൾ ഷൂട്ടേഴ്സ് ആയിട്ട് ചില ആളുകളെ വെച്ച് അതൊക്കെ ചെയ്തിരുന്നു. അതെല്ലാം ചെയ്തിരുന്നു. അതിന് നേതൃത്വം ആ സമയത്ത് നൽകിയത് ശ്രീ KC വേണുഗോപാലായിരുന്നു. അദ്ദേഹം പിന്നെ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇപ്പോ ഒരു വലിയൊരു ചാർജ് കൊടുത്ത് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. അതിന്റെ അർത്ഥം അദ്ദേഹം മലയാളി അല്ലെന്നോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളല്ലെന്നോ അല്ലല്ലോ. അദ്ദേഹം അതിന് തീർച്ചയായിട്ടും യോഗ്യനായിട്ടുള്ള ആളാണ്. ശ്രീ രമേശ് ചെന്നിത്തലയും യോഗ്യനായിട്ടുള്ള ആളാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ശ്രീ VD സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ട്. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്വം കൊടുത്തതാണ് AICC. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല വീണ്ടും പ്രതിപക്ഷ നേതാവാകുമെന്നൊരു തോന്നൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ അന്ന് AICC തീരുമാനിക്കുകയായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ ഭൂരിപക്ഷം നോക്കുമ്പോൾ ഭൂരിപക്ഷം കൂടുതൽ ഉണ്ടായിരുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കാണ് പാർലമെന്ററി പാർട്ടിയിൽ. പക്ഷെ അന്ന് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും പുതിയൊരു മുഖം വരട്ടെ എന്നുള്ള നിലയിൽ ശ്രീ VD സതീശനെ അന്ന് തീരുമാനിക്കുകയും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകാനുള്ള ഉത്തരവാദിത്വം AICC അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇവർക്കൊക്കെ ഉത്തരവാദിത്വം നൽകിയത് AICC-യാ. ഈ 3 നേതാക്കന്മാർക്കും അവരവരുടേതായ ഉത്തരവാദിത്തം നൽകിയത് AICC ആണ്. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തമാണ് ചെയ്തത്. അതിനകത്ത് ഒരാൾ മെച്ചപ്പെട്ടതാണ്, ഒരാൾ ചെയ്തത് മാത്രമാണ്, മറ്റൊരാൾ ചെയ്തത് പോരാ, അങ്ങനെ പറയാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഈ ഇലക്ഷന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് തോറ്റത്? മാഡത്തിന്റെ ഒരു ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഉം, ജനങ്ങളെ അഭിസംബോധന ചെയ്യാത്ത ഒരു ഗവൺമെന്റ്, ഒരു ഭരണാധികാരി, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലെ ഭരണാധികാരി എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുന്നത് ആണ്.
ഇന്ത്യയുടെ ജനാധിപത്യം അങ്ങനാണ്, എല്ലാ കാലത്തും അങ്ങനാണ്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് രാഷ്ട്ര നിർമ്മാണം നടത്തേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അത് ഏറ്റവും അവസാനത്തെ വ്യക്തിയുടെ കണ്ണുനീരൊപ്പുക എന്നുള്ളതാണ് രാഷ്ട്ര നിർമ്മാണം എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള ജനാധിപത്യ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ പാരമ്പര്യം, ആ കോൺഗ്രസ് ഉണ്ടാക്കിയ വലിയ സംസ്കാരമാണ്, ജനാധിപത്യ സംസ്കാരമാണ് ഇന്ന് രാജ്യത്തുള്ളത്. അത് എവിടെയൊക്കെ ധ്വംസിക്കപ്പെടുന്നു അവിടെ എല്ലാം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യം ധ്വംസിക്കപ്പെട്ടു. സാധാരണക്കാരന്റെ പ്രശ്നം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനത്തെ വ്യക്തിയുടെ കണ്ണുനീരൊപ്പിയിട്ടില്ല. ആശാ വർക്കേഴ്സ് സമരം ചെയ്യുമ്പോൾ അവര് മഴ കൊള്ളാതിരിക്കാൻ ഒരു ഷീറ്റ് ടെർപോളിൻ വലിച്ചു കെട്ടിയപ്പോ അത് പോലീസിനെ കൊണ്ട് വലിച്ചു മാറ്റിയ ഒരു 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 ഗവൺമെന്റ് ആണ് ഇടത് ഗവൺമെന്റ്. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ നിന്ന് അത് ഒരിക്കലും സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നതല്ല. ഇവിടെ നടത്തിയിരിക്കുന്ന തൊഴിലില്ലായ്മ എന്തുകൊണ്ടാണ് ഉണ്ടായത്? നമ്മൾ കണ്ടു, പോലീസ് സേനയിൽ വരെ പിന്നെ വ്യാജമായി പരീക്ഷ എഴുതാതെ ഒക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു, SFIക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇവിടെ ഉരുണ്ടും മുട്ടിലെഴിഞ്ഞും സമരം നടത്തുന്ന ചെറുപ്പക്കാരെ കണ്ടു. റാങ്ക് ഹോൾഡേഴ്സിന് ജോലി കൊടുക്കാൻ കഴിയുന്നില്ല, പിൻവാതിലിലൂടെ ആളുകൾക്ക് നിയമനം കൊടുക്കുന്നു. മന്ത്രിയുടെ ഭാര്യമാര്, അതുപോലെ തന്നെ ബന്ധു നിയമനം, ഇതെല്ലാം ചർച്ചയായപ്പെട്ടു. പോലീസ് സ്റ്റേഷനുകളിൽ ആരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്? പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടി സംവിധാനം, പാർട്ടി AKG സെന്ററിൽ നിന്നോ ഇവരുടെ പാർട്ടി ഓഫീസുകളിൽ നിന്നോ ഉള്ള തിട്ടൂര പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേനയായി പോലീസിനെ മാറ്റി. RSSന്റെ നേതാവിനോട് സംസാരിക്കാൻ ഒരു ബ്രോക്കറിനെ പോലും പറഞ്ഞയച്ചത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ അജിത് കുമാറിനെയാണ്. തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണല്ലോ. അപ്പോ വിശ്വാസികൾക്ക് വല്ല രക്ഷയുണ്ടായിരുന്നോ? ശബരിമലയിൽ കൊള്ള നടത്തുന്നു, ശബരിമലയിലെ സ്വർണം മുഴുവൻ മോഷ്ടിക്കുന്നു, അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് CPMന്റെ നേതാക്കന്മാർ, ഇവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവർക്കെതിരെ ഒരു വാക്ക് പറയാൻ തയ്യാറായില്ല ഈ ഗവൺമെന്റ്. ഞാൻ പറയുന്നത്, ഒരാൾക്കൊരു തെറ്റു പറ്റുമ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു നേതാവിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇത് തെറ്റാണെന്ന് പറഞ്ഞ അയാളെ മാറ്റി നിർത്താൻ തയ്യാറാകുന്നതിന് വരെ അവരെ പിന്തുണയ്ക്കുകയാണ് ഈ ഗവൺമെന്റും ചെയ്തത്, പാർട്ടിയും ചെയ്തത്. അനാവശ്യമായി കൊലക്കുറ്റത്തിന് പ്രതിയായവരെ പരോളിൽ വിടുന്നു. അവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള പരോൾ അവധികൾ കൊടുക്കുന്നു, അവരുടെ വിവാഹം നടത്തുന്നു, മറ്റുള്ള കാര്യങ്ങൾ. ഇപ്പൊ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ള മുഴുവൻ ആളുകളെയും അവരേറ്റവും സുഖകരമായാണ് ജീവിച്ചത്. അപ്പം അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താ? CPM കൊടുക്കുന്ന മെസ്സേജ്, ഞങ്ങൾക്ക് വേണ്ടി കൊല നടത്തിയാൽ നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായി നിങ്ങളുടെ വിവാഹം നടത്താം, നിങ്ങളുടെ മറ്റു ചടങ്ങുകൾ നടത്താം, പുറത്തു വന്ന് നിങ്ങളുടെ പ്രണയങ്ങൾ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം, സാധാരണക്കാരനേക്കാൾ ഏറ്റവും മുന്തിയ രീതിയിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അപ്പൊ എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ തരും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൊല ചെയ്താൽ മതി. അപ്പൊ ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മാറുക. മെഡിക്കൽ കോളേജുകളിൽ ഞാൻ പറഞ്ഞല്ലോ കയറാൻ പറ്റാത്ത അവസ്ഥ. എത്ര മരണങ്ങളാണ് നടന്നത്? വയറ്റിൽ കത്രിക വെച്ച് മറന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന മെഡിക്കൽ ഓഫീസർ, അതിനെ ന്യായീകരിക്കുന്ന മന്ത്രി, വയറ്റിൽ കത്രിക 5 വർഷം അല്ല 50 വർഷം ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുക ജനങ്ങളോട്. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു ഭരണം ഇവിടെ നടന്നു. അപ്പൊ അതിന് ജനങ്ങൾ കൊടുത്ത വലിയ മറുപടി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം, CPMന്റെ അണികൾ ഉൾപ്പെടെ ഇപ്രാവശ്യം കോൺഗ്രസിന് UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം മടുത്തു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ, CPMന്റെ നേതാക്കന്മാരെ അത്രത്തോളം മടുത്തു CPMകാർക്ക് പോലും. ഇവര് മകൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ മരുമകന് വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ മാത്രം ഭരിക്കുന്ന ഒരു ഭരണകൂടമാണ് എന്നുള്ളത് പറയുന്നത് CPMന്റെ എത്രയോ CPMകാര് ഇപ്രാവശ്യം മറിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടും കൂടിയാണ് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം കിട്ടിയതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഭരണവിരുദ്ധ വികാരം, CPMനുള്ളിലുള്ള പ്രശ്നങ്ങൾ, CPMനുള്ളിൽ, അതുപോലെ ഘടകകക്ഷികളുടെ ഉള്ളിലും പ്രശ്നമായിരുന്നു. CPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എത്രയോ തവണ, അവരുടെ ഘടകകക്ഷി എത്രയോ തവണ ഏതെല്ലാം വിഷയങ്ങളിൽ വിരുദ്ധാഭിപ്രായം പറഞ്ഞു, അവരെ കേൾക്കാൻ തയ്യാറായില്ല. അവിടെയും ജനാധിപത്യ ധ്വംസനം നടന്നു. അപ്പോ അതിന്റെയൊക്കെ ഒരു ഫലമാണ് ഈ റിസൾട്ടും ഈ ഭരണമാറ്റവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഭരണമാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് പലരും പറഞ്ഞൊരു സംഭവം ഇതാണ്. മുന്നേ ഉണ്ടായിരുന്ന ഗവൺമെന്റ് തുടങ്ങി വെച്ച പല വികസന പദ്ധതികളും പാതി വഴിയിൽ നിന്നു പോകുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇനി അങ്ങനെ സംഭവിക്കുമോ ഇപ്പോ? അതിന് മറുപടി എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നിട്ടുണ്ട്. ഒരു വികസന പ്രവർത്തനവും ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ്. ഗവൺമെന്റുകൾ എപ്പോഴും കണ്ടിന്യൂവേഷൻ ആണ്.
അതിൻ്റെ അകത്ത് ഒരു ഗവൺമെന്റ് ചെയ്തു വെച്ചത് പാടെ കളയാനൊന്നും മറ്റൊരു ഗവൺമെന്റ് വരുമ്പോൾ നടക്കില്ല. അതിൽ ചെയ്യാൻ പറ്റും, ചില റെക്ടിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും, ചില തിരുത്തലുകൾ ചെയ്യാൻ പറ്റും. ആ തിരുത്തലുകൾ അവിഭാജ്യ ഘടകമാണെന്ന് തോന്നുന്നെങ്കിൽ, അത്യന്താപേക്ഷിതമാണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമല്ലോ. അത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഇപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഈ കേരളയിലുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം. അത് നടത്തുന്നില്ല, പുതിയൊരു കാര്യത്തിലേക്ക് പോവുകയാണല്ലോ, ഹൈസ്പീഡ് റെയിൽ എന്ന കാര്യത്തിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അതൊരു തിരുത്തലാണ്. അത് കുറെ മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു തിരുത്തലുകളിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരം തിരുത്തലുകൾ ഉണ്ടാവും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട്, അവരെ കേട്ടുകൊണ്ടുള്ള തിരുത്തലുകളായിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഒരു ഗവൺമെന്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പാടെ അതങ്ങ് നശിപ്പിച്ചു കളയുക എന്നുള്ളതില്ല. ഈ കേരളിനെ ഏറ്റവും കൂടുതൽ വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷേ പലരും ഇപ്പോൾ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര അടക്കം പലരും പറഞ്ഞിരുന്നു കേരളയിൽ ഒരു വികസനത്തിന്റെ പാതയാണ്, കേരളത്തിന് വലിയ വികസന മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് കേരളിനെ ഇത്രയും എതിർത്തത്? അതുമല്ല, ഇപ്പോൾ മെട്രോമാൻ ഈ ശ്രീധരൻ സാർ പുതിയൊരു പദ്ധതി ഹൈസ്പീഡ് റെയിലിന്റെ ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കേരളിന് ഒരു ബദലായിട്ടുള്ളൊരു പദ്ധതിയല്ലേ? രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ്? രണ്ടിന്റെയും എന്തിനാണിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരുക, ഏറ്റവും വേഗത്തിൽ രണ്ടിനെയും കൂട്ടി യോജിപ്പിക്കുന്ന എല്ലാ ജില്ലകളെയും വളരെ അതിവേഗത്തിൽ എത്താൻ, ആളുകൾക്ക് യാത്ര ചെയ്തെത്താൻ പറ്റുന്ന ഒരു മാർഗം എന്നുള്ള നിലയ്ക്കാണ് റെയിലാണെങ്കിലും ഹൈസ്പീഡ് റെയിലാണെങ്കിലും കാണുന്നത്. ആ ഒരു കാര്യത്തിൽ ശരിയാണ്. പക്ഷെ അതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്? അത് നടപ്പിലാക്കുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നോക്കണം. ഇതിന്റെ മറ്റ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഇത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാണോ എന്നുള്ളത് നോക്കണം. അപ്പോ അത്തരം കാര്യങ്ങളിലൊക്കെ ശരിയായ ഒരു ഒരു വീക്ഷണമോ ശരിയായ പഠനങ്ങളോ നടത്തിയിട്ടില്ല എന്നുള്ള. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് പാരിസ്ഥിതിക പ്രശ്നമായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ നടത്തിയ അതൊക്കെ അതിന്റെ ആ പ്രശ്നങ്ങളൊക്കെയാണ് കേരളിനെ എതിർക്കാൻ കാരണം. കേരയിൽ എന്ന ഐഡിയ അല്ല എതിർത്തത്. കോൺഗ്രസ് ഒരിക്കലും കേരയിൽ എന്ന ഐഡിയ എതിർത്തിട്ടില്ല. അത് നടപ്പിലാക്കുന്ന രീതിയെയാണ് എതിർത്തിട്ടുള്ളത്. ഇപ്പോ വരാൻ പോകുന്ന ഹൈസ്പീഡ് റെയിൽ ആണെങ്കിലും പാരിസ്ഥിതിക പഠനങ്ങളൊക്കെ നടത്തി അതിന്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും നോക്കിയതിനു ശേഷം മാത്രമേ അത് മുമ്പോട്ട് പോവുള്ളൂ. അല്ല, ഈ കേരളം എന്ന് പറയുമ്പോൾ പരിമിതമായ സ്ഥലമുള്ളൊരു സംസ്ഥാനമാണല്ലോ. അപ്പോൾ ഈ കേരളയിലായാലും അല്ലെങ്കിൽ ഈ അതിവേഗ റെയിൽ പദ്ധതി ആയാലും ഒരേ റൂട്ടിൽ തന്നെ ആയിരിക്കില്ലേ പോവുക? അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ ഈ ഒരേ റൂട്ടിൽ തന്നെ ആണോ എന്നുള്ളതൊന്നും കാര്യത്തിലൊന്നും തീരുമാനമായെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ്. ഇപ്പൊ അതിന്റെ ഒരു വിശദമായ ഒരു ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലല്ലോ. പക്ഷേ അത് എല്ലാ വശങ്ങളും ചിന്തിച്ച് ജനങ്ങളുടെയും കൂടി പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും അത് ചെയ്യുക. ഒരുപറ്റം ആളുകൾ പറയുന്നത് റെയ്ഡ് വന്നിരുന്നു, അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ച ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു, അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത ആളുകൾ പറയുന്നത് അധികാരത്തിൽ വന്നതിന് ശേഷം വി.ഡി. സതീശൻ വൈരാഗ്യ ബുദ്ധിയോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്നാണ്. അല്ല, റെയ്ഡ് ചെയ്യുന്നത് അതിന് ചെയ്യുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിലുള്ളതല്ലേ ഇ ഡി. അതെ. അതിന് വി ഡി സതീശന് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ പറയാണ്, വരുന്ന വാർത്തകളും അല്ലെങ്കിൽ ആളുകളുടെ കമന്റുകളും ഒക്കെ അത്തരത്തിലാണ്. അതിപ്പോ ഒന്നാമത് ഈ നവമാധ്യമങ്ങളിലൂടെ പറയുന്ന കമന്റുകൾ വായിൽ തോന്നിയത് എന്തും പറയാമെന്നുള്ള ഒരു നിലയാണല്ലോ. ആരെയും എന്ത് ചീത്തയും വിളിക്കാം, എന്തും പറയാം എന്നുള്ളതാണ്. ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ കമന്റുകൾ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമായി നവമാധ്യമങ്ങൾ മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു കൺട്രോൾ വേണം. നമ്മുടെ ഏറ്റവും ഗൗരവമുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ വായി തോന്നിയത് എല്ലാവർക്കും പറയാവുന്ന ഒരു രീതി ശരിയല്ലല്ലോ. ഓക്കെ. ഇപ്പോൾ മാഡം കോൺഗ്രസിന്റെ മീഡിയ ഹെഡാണ്. അപ്പോൾ ഉറപ്പായും ഇക്കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു ഇലക്ഷൻ വിജയിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്? കാരണം ജെൻസിയെ കയ്യിലെടുക്കണം, ഈ ജനറേഷനെ കയ്യിലെടുക്കണം, ആളുകളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കണം, അതിനെല്ലാം സോഷ്യൽ മീഡിയ വേണം. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ ജയിക്കാനായി എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ? അല്ല, നവമാധ്യമ ഇപ്പോ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്, PR എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പൊ പുതുതായിട്ട് വന്നൊരു കാര്യമൊന്നും അല്ല. അതെ. അതിന്റെ രീതിക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ഏറ്റവും നല്ല PR ചെയ്തിരുന്ന ഒരു നേതാവാണ് ശ്രീ കെ കരുണാകരൻ എന്ന് ഞാൻ പറയും. എല്ലാ അർത്ഥത്തിലും ഏറ്റവും നന്നായി ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയും അങ്ങനെ തന്നെയാണ്. അവരുടെ ചെയ്തിരുന്ന രീതികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഏറ്റവും അധികം പറയുക ശ്രീ കെ കരുണാകരനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ഈ നവമാധ്യമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും അത് ഏറ്റവും നല്ല രീതിയിൽ ചിലപ്പോൾ ഉപയോഗിച്ചേനെ. ഇന്നിപ്പോൾ നവമാധ്യമങ്ങളുണ്ട്, അതുകൊണ്ട് അതിന്റെ എല്ലാ സാധ്യതകളും
ഇപ്പോൾ നവമാധ്യമങ്ങൾ കൊണ്ട് പുതിയ വന്ന ടെക്നോളജി കൊണ്ട് അതിന് വലിയ നെഗറ്റീവ്സും ഉണ്ട്. പോസിറ്റീവിനോടൊപ്പം വലിയ നെഗറ്റീവ്സും ഉണ്ടല്ലോ. ആരെയും എങ്ങനെയും ചിത്രീകരിക്കാം. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ, ശ്രീ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് പറഞ്ഞല്ലോ, പുറത്താക്കിയെന്ന് പറഞ്ഞല്ലോ. അശ്ലീലമായ രീതിയിലുള്ള പോസ്റ്റുകളാണ് ഇടുന്നത്. നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വിമർശിക്കാം, തീർച്ചയായിട്ടും വിമർശിക്കാം. പക്ഷെ അതിനുപരിയായിട്ട് അശ്ലീലമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അതിന്, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുമ്പോൾ അതിനൊരു ശിക്ഷാ നടപടി വേണ്ടേ? അല്ലെങ്കിൽ എല്ലാവരും ചെയ്യാൻ തുടങ്ങുമല്ലോ. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും അത്തരത്തിൽ സർക്കാരിന്റെ പറ്റി അശ്ലീലമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയാൽ അത് ശരിയായ ഒരു രീതി അല്ലല്ലോ. നമ്മുടെ ഈ ഗവേണൻസ് നടന്നു പോകണ്ടേ? ഭരണം ഭരണം നടന്നു പോകണമല്ലോ. ഇപ്പോൾ സ്ത്രീ സുരക്ഷയെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടു. ഇപ്പോൾ കാലങ്ങളായിട്ട് നടക്കുന്നൊരു സമരമുണ്ട്. പല ഹോസ്പിറ്റലുകളിലെ നേഴ്സുമാർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇവർക്ക് ശമ്പളം തീരെയില്ല എന്നുള്ളതിനെ പറ്റി. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് അതിനൊരു മാറ്റം ഉണ്ടാവുമോ? അവർക്ക് അർഹതപ്പെട്ട വേതനം ലഭിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നു നഴ്സസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ അല്ല, ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഞാൻ സ്ത്രീ സുരക്ഷയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ ഉം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സമരമാണ് ഹോസ്പിറ്റലിൽ നഴ്സുമാരുടെ സമരം. അതെ, അതെ. ശമ്പളം തീരെയില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞ ദിവസമാണ് തോന്നുന്നു ഒരു നഴ്സ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അതും 10ഉം 15ഉം വർഷം എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാർക്ക് ലഭിക്കുന്ന ശമ്പളം 30,000 രൂപയാണ്. 15 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു സർക്കാരിന്റെ, ഇപ്പോൾ സ്ത്രീ സുരക്ഷയെ പറ്റി പറഞ്ഞതുകൊണ്ട് പറയാണ്, ഈ ഒരു സർക്കാരിന്റെ കാലത്ത്, ഈ ഭരണകാലത്ത് അതിനൊരു മാറ്റം ഉണ്ടാവും? അവർക്ക് അർഹതപ്പെട്ട വേതനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും നഴ്സുമാരുടെ വിഷയങ്ങൾ ഏറ്റവും അധികം അതിനു മുമ്പിൽ നിന്ന് സമരം ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതാവ്. ഞങ്ങളൊക്കെ പല സമരങ്ങളിലും പോയി പങ്കെടുത്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട്. അത് ഏറ്റവും അധികം അവർക്ക് ചെയ്തു കൊടുക്കുക. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശമ്പള വർധനയൊക്കെ ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നഴ്സുമാരുടെ കാര്യം ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയാണ്. അവർ നമ്മുടെ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് കൊണ്ട് നടക്കുന്ന ഏറ്റവും കൈക്കുമ്പിളിൽ വെച്ച് നമ്മളെ സഹായിക്കുന്നത് വലിയ സേവനം ചെയ്യുന്നവരാണ് നഴ്സുമാർ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും മുൻഗണനയിൽ തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഗവൺമെന്റ് അത് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു പോർട്ട് സിറ്റി, കേരളം ഒരു പോർട്ട് സിറ്റി ആക്കി മാറ്റും. ട്രാഫിക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി അതിലൂടെ ചരക്കുകൾ കൊണ്ടുപോയി വരികയും ചെയ്യും. പോർട്ട് ടൂറിസം തുടങ്ങുമെന്നൊക്കെ പറ്റി. അപ്പോൾ ഈ ഒരു 5 വർഷ കാലയളവിനുള്ളിൽ അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ ടൂറിസം മേഖല എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതും ഡെവലപ്പ് ചെയ്യേണ്ടതുമായ ഒരു മേഖലയാണ്. കാലങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ സമഗ്രമായ ഒരു ടൂറിസം നയം കേരളത്തിന് ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ടൂറിസം നയം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിൽ നിന്നായിരിക്കും ഏറ്റവും അധികം സാമ്പത്തിക സ്രോതസ് ഈ സംസ്ഥാനത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളിലോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രകൃതി തന്നെ തന്നിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമുണ്ട്. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് തന്നെ അതുമാണല്ലോ. നമ്മുടെ ക്ലൈമറ്റ് ഉൾപ്പെടെ, നമ്മുടെ പരിസ്ഥിതി ഉൾപ്പെടെ നമുക്ക് ടൂറിസത്തെ ഓരോ മൂന്ന് മേഖലകളുണ്ട് നമുക്ക്. നമുക്ക് കടലുണ്ട്, മധ്യമേഖലയുണ്ട്, അതുപോലെ തന്നെ ഹൈ റേഞ്ചും ഉണ്ട്. അപ്പൊ ഈ മൂന്നും കൂടി ചേർന്ന ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനത്ത് ടൂറിസം പക്ഷെ വേണ്ട രീതിയിൽ വിദേശികൾ വന്ന് താമസിക്കാൻ കഴിയുന്ന രീതിയിൽ, അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഗ്ലോബൽ ഐഡന്റിറ്റിയായി കേരളത്തിന്റെ ടൂറിസം വളരേണ്ടിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ടൂറിസം മന്ത്രി ഒരു ചെറുപ്പക്കാരനാണ്, ശ്രീ വിഷ്ണുനാഥാണ്. അദ്ദേഹം അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് വാഹന മോഡിഫിക്കേഷൻ. അപ്പോൾ കേരളം പോലെ വളരെ കർക്കശമായ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് മാറ്റമായിരിക്കും മോഡിഫിക്കേഷനിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ളത്? കാരണം അത് ഞാൻ എൻ്റെ ക്യൂരിയോസിറ്റിയിൽ, അദ്ദേഹം അതിന് മറുപടി പറഞ്ഞല്ലോ, ഞാൻ അതിന് മറുപടി പറയുന്നില്ല. അല്ല ഞാനത് ആലോചിക്കുന്ന വെച്ചാൽ അല്ല, വളരെ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം അത് അദ്ദേഹം പറയുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞ അതാണല്ലോ. മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞതിന്റെ പേരിൽ കുറെ കാലം സമമാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തതും കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, മറുപടി അദ്ദേഹം പറയട്ടെ. ഓക്കെ. അതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പൂക്കി സി.എം എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇതൊരു ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഇമേജ് ആണോ ഇത്? എനിക്കറിയില്ല അത്. അറിയില്ല. അറിയില്ല.
അല്ല ഞാൻ അതും എൻ്റെ വ്യക്തിപരമായ ചോദ്യമാണ്. കാരണം പൂക്കി ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനൊരു ഈ ഇമേജ് ഇമേജ് ക്രിയേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ ഇമേജ് ഏറ്റവും ഭംഗിയായി വെക്കുക എന്നുള്ളത്, ഏറ്റവും നല്ലതാക്കുക എന്നുള്ളത്, ഏറ്റവും പോപ്പുലർ ആക്കുക എന്നുള്ളത് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന എല്ലാവരുടെ ആഗ്രഹമല്ല. അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ലില്ല. ഇനി ഇനി ഒരു PR വർക്ക് നടത്താതെ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ലല്ലോ. നമ്മള് എവിടെയെങ്കിലും പഴയ കാലത്ത് പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതിന്റെ സാധ്യതകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാധ്യതകൾ കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാ തലങ്ങളിലും വരുന്ന മാറ്റങ്ങൾ രാഷ്ട്രീയത്തെയും ബാധിക്കുമല്ലോ. ഓക്കെ. അല്ല ഈ ഒരു പൂക്കി ഇമേജ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഭാവിയിൽ അത് വലിയൊരു വിമർശനത്തിലേക്കുള്ള വഴിയായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഇന്നിരുന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ല ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു മുഖ്യമന്ത്രിയും ആലോചിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവരുടെ പാർട്ടിയും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കും എന്നുമാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷമായിരുന്നു കോൺഗ്രസ്. അന്ന് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വിമർശിച്ചിട്ടോ അവർ കൈകാര്യം ചെയ്യാതിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ വേണ്ട പോലെ ശ്രദ്ധിക്കാതിരുന്ന മേഖലകൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ആരോഗ്യരംഗമാണ്. ഉം. എത്ര പറഞ്ഞിട്ടും, എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടും, എത്ര പരാതികൾ വന്നിട്ടും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഏറ്റവും ശോചനീയമായ അവസ്ഥയിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകളെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച രംഗമാണ് ആരോഗ്യരംഗം എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ പറയും ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പ് തോന്നിയ പോലെയായിരുന്നു. അതിനെ വകുപ്പിനെ, നമ്മുടെ പോലീസ് സേന ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിന്റെ പോലീസ് സേന. പക്ഷെ അവരെ ശരിയായ രീതിയിൽ മോണിറ്റർ ചെയ്യാതെ അവരെ കൊണ്ട് പാർട്ടിയുടെ പണിയോ അല്ലെങ്കിൽ ആ, അത് ആ മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ജോലികളോ ചെയ്യിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് നമ്മൾ പറയുന്ന ആരോപണമല്ല, അങ്ങനത്തെ ചില കാഴ്ചകൾ നമ്മൾ കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട രണ്ട് മേഖലകൾ ഇതായിരുന്നു. ഇത് രണ്ടും ശ്രദ്ധിച്ചില്ല. സഹകരണ മേഖലയൊക്കെ പാടെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയല്ലോ. കരുവന്നൂർ തട്ടിപ്പ് ഉൾപ്പെടെ എത്രയോ സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പ് നടത്തി. അതിൻ്റെയൊക്കെ ഒരറ്റത്ത് ചെന്ന് നോക്കുമ്പോൾ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ ആ പാർട്ടിയുടെ നേതാക്കന്മാരോ CPM-ന്റെ നേതാക്കന്മാരോ ആണല്ലോ. അറസ്റ്റ് വരെ ഉണ്ടായല്ലോ. അപ്പോൾ സഹകരണ മേഖല തടഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക രംഗം. കർഷകര് കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമല്ലേ ഇന്ന് കേരളത്തിലുള്ളത്. 10 വർഷം കൊണ്ട് കൃഷിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇപ്പൊ ഇവര് ചോദിക്കുമ്പോൾ പലരും പറയും ഡൽഹി പോയി സമരം ചെയ്ത കാര്യം പറയാം. അവിടെ പഞ്ചാബിലും ഹരിയാനയിലുള്ള കർഷകർ സമരം ചെയ്തപ്പോൾ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ ചെന്നു എന്നുള്ളത് സത്യമാണ്. കേരളത്തിൽ എന്ത് ചെയ്തു? കേരളത്തിൽ കൃഷി ചെയ്യാൻ പറ്റുമോ? നെൽകൃഷി ചെയ്യാൻ പറ്റുമോ എന്ന്? അപ്പോൾ പുതിയതായി ഉള്ള ഒരു നയങ്ങളോ അല്ലെങ്കിൽ കർഷകർക്ക് കൊടുക്കേണ്ട പിന്തുണയോ കൊടുക്കാതിരുന്ന ഒരു ഗവൺമെന്റ് കാർഷിക രംഗം തകർന്നു. ഇത് മൂന്നുമാണ് കൂടുതലായി ഊന്നിയ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ മന്ത്രിസഭയിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള മന്ത്രിമാർ ആരൊക്കെയായിരിക്കും? എല്ലാ മന്ത്രിമാരും മിടുക്കരായ മന്ത്രിമാരാ. അതിൻ്റെ അകത്ത് ഒരാളെ പോലും മാറ്റി നിർത്താനില്ല. ഒരാളെയും പറയാൻ പറ്റില്ല. പേരെടുത്ത് പറയുന്നില്ല. ഒരാളുടെയും പേര് പറയാൻ പറ്റില്ല. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ്. ഓക്കെ. അപ്പോൾ ഈ ഇലക്ഷന് നൽകിയ വാഗ്ദാനങ്ങൾക്കപ്പുറം കോൺഗ്രസ് ഈ 5 വർഷ കാലയളവിലേക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കാൻ പോകുന്നത്? ആ, എങ്ങനെ? അതായത് ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ പത്രികയിൽ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കൂടുതലായി ശ്രദ്ധയൂന്നാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപനങ്ങളുണ്ട്. നമ്മുടെ പ്രകടന പത്രികയിലുള്ള എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്തായിരിക്കും പ്രവർത്തനം മുമ്പോട്ട് പോവുക. അതിൻ്റെ അകത്ത് പ്രത്യേകമായി വരുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെയാ വരുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ അടിസ്ഥാന വർഗത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൊഴിൽ കൂടുതലായിട്ടുള്ള തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ നാട് വിട്ടുപോയ ചെറുപ്പക്കാരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരണം. കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല, ഇവിടെ തൊഴിൽ ചെയ്യാൻ കഴിയില്ല, ഇവിടെ ഒരു സംരംഭം ആരംഭിക്കാൻ കഴിയില്ല ഉള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നത് ഇതൊരു ഒരു ഓൾഡ് ഏജ് ഹോമായി കേരളം മാറുമെന്നുള്ളത്. എല്ലാ ചെറുപ്പക്കാരും നാട് വിട്ടു പോകുന്നു എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് മാറി കേരളത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ, അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ IT രംഗമായാലും മറ്റുള്ള തൊഴിലുകളായാലും ഒക്കെ ചെറുപ്പക്കാർക്ക് പ്രാപ്യമാവുന്ന രീതിയിലേക്ക് പോകണം. PSC
PSC വഴിയുള്ള അപ്പോയിന്റ്മെന്റുകൾ ഏറ്റവും സുതാര്യമായ രീതിയിലും ഏറ്റവും ചടുലമായും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണത്. അത് തിരിച്ച് കൊണ്ടുവരണം. പഠിക്കുന്ന കഷ്ടപ്പെട്ട് പഠിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സിനെ അവരെ പ്രൊവൈഡ് ചെയ്യാൻ ഇനി മുതൽ കഴിയും. ഇതുവരെ അത് ചെയ്തിരുന്നില്ല. ഇതുവരെ പിൻവാതിൽ നിയമനമായിരുന്നു. ഇനി മുട്ടിലിഴയാനോ ഉരുണ്ട് സമരം ചെയ്യാനോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെറുപ്പക്കാരെ അനുവദിക്കാതിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും ഇത്. അപ്പോൾ അവസാന ചോദ്യം ഇതാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ, പുതിയ തലമുറയിൽ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് അവർക്ക് പൊളിറ്റിക്സിൽ താല്പര്യമില്ല, അവർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. അവർ പറയുന്നത് അരാഷ്ട്രീയവാദമാണ്. അപ്പോൾ ഈ വോട്ടിങ്ങിൻ്റെ ഇവർ പറയുന്നത് അരാഷ്ട്രീയവാദമാണ്, അപ്പോൾ അത് തെറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വോട്ടിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? അവരോട് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ പൊളിറ്റിക്സിൽ താല്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം, ഉം. ആ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് വളരെ പ്രൗഡ്ലി ഐ ആം ഇൻ ദിസ് ഓർഗനൈസേഷൻ എന്ന് പറയാൻ, അത് ഏത് സംഘടനയിലായാലും പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥിനികൾക്ക് കഴിയുമായിരുന്നു. ഇന്ന് പ്രശ്നം, ഇന്ന് മറ്റ് ചില ഓപ്ഷനുകളിലേക്ക് പോയിരിക്കുന്നു. ഈ അരാഷ്ട്രീയവാദം പറയുമ്പോൾ എന്തുകൊണ്ടാണ് അരാഷ്ട്രീയവാദത്തിലേക്ക് പോകുന്നത്? ഇന്ന് ചെറുപ്പക്കാർക്കുള്ള ഓപ്ഷനുകൾ ഇപ്പൊ പണ്ടുണ്ടായിരുന്ന ഓപ്ഷനുകൾ അല്ല ഇന്നുള്ളത്. ഇന്ന് മയക്കുമരുന്നുണ്ട്. ഇന്ന് മറ്റു ചില മാഫിയകൾ അവരെ വലയം ചെയ്യുന്നുണ്ട്. അപ്പോ അവരെ സംബന്ധിച്ച് ഈ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചോ രാഷ്ട്ര നിർമ്മാണത്തെക്കുറിച്ചോ നമ്മുടെ രാജ്യം, നമ്മുടെ പ്രദേശം, നമ്മുടെ ചുറ്റുപാട് അതെങ്ങനെ ആവണം, അത് നമ്മളും അതിൻ്റെ അകത്ത് ഭാഗവാക്കാകണം എന്നുള്ള ഒരു ബോധ്യം ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്നില്ല. ആ ബോധ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ്. അത് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ പുതിയ തലമുറയെ രാഷ്ട്രീയ രംഗത്തേക്ക്, സംഘടനാ രംഗത്തേക്കും കൂടി കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ അകത്തൊരു മറ്റൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ആളുകൾക്ക് അവരുടെ തൊഴിൽ, അവരുടെ സാമ്പത്തിക വശം, അപ്പൊ പണ്ട് ഫുൾ ടൈം രാഷ്ട്രീയക്കാരായിട്ട് ഇറങ്ങുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ടൈം രാഷ്ട്രീയക്കാരായിട്ട് ഇറങ്ങാൻ നമ്മുടെ ചെറുപ്പക്കാർ തയ്യാറല്ല. അവർക്ക് അവരുടെ ജീവിതമാർഗം കൂടി പോണം. അപ്പൊ ജീവിതമാർഗത്തോടൊപ്പം തന്നെ രാഷ്ട്രീയം കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റം വന്നാൽ മാത്രമേ ചെറുപ്പക്കാർ കൂടി ഈ രാഷ്ട്രീയ രംഗത്തേക്കും പൊതുരംഗത്തേക്കും വരുള്ളൂ. ഒരു ഒരു ചോദ്യമുണ്ട്, ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കൊച്ചിയിൽ തന്നെ ബ്രഹ്മപുരത്ത് ഒരു ഫ്ലാറ്റിൽ നിന്ന് വേസ്റ്റൊക്കെ തൊട്ടടുത്ത വീടുകളിലേക്കും വയലുകളിലേക്കും ഒക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് അവിടെ ഉണ്ടാക്കുന്നത്. കുടിവെള്ളം പറ്റുന്നില്ല, കിണറിലെ വെള്ളമൊക്കെ മലിനമാകുന്നു. കേട്ടിരുന്നോ അതിനെപ്പറ്റി? ബ്രഹ്മപുരത്തോ? ആ. ബ്രഹ്മപുരത്ത് ഇപ്പോ വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുന്ന സ്ഥലത്തെ കാര്യമാണോ പറയുന്നത്? അവിടെ ഒരു ഫ്ലാറ്റില് ആ അവിടുത്തെ ഹ്യൂമൻ വേസ്റ്റ് ഉണ്ടല്ലോ, കക്കൂസ് ആ മാലിന്യം ആ വെളിയിലെ പറമ്പുകളിലേക്കും വയലുകളിലേക്കും ഒക്കെ ഒഴുകുന്നു. നടക്കുന്ന വഴിയിലേക്കൊക്കെ ഒഴുകുന്നു. തൊട്ടടുത്ത വീടുകളിലൊന്നും കിണറിലെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വലിയ പ്രശ്നമാണ് അവിടെ. ഡെയിലി പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മപുരത്ത് മാത്രമല്ല അത്. ഇപ്പം ഞാനിപ്പോ കൊച്ചിയിലിരുന്ന് സംസാരിക്കുമ്പോൾ കൊച്ചിയുടെ കാര്യം പറയാം. കൊച്ചി നഗരത്തിൽ ടോയ്ലറ്റ് ഔട്ട്ലെറ്റുകൾ പോലും കനാലുകളിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ അടിയന്തരമായി ഗൗരവമായി ആ വിഷയത്തെ കണ്ട്, കാരണം ഇവിടെയുള്ള നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്, ശാസ്ത്രീയമായി ഉണ്ടായതുമല്ല. അപ്പോ നിലവിൽ ഒരു ക്ലീനിങ് സിസ്റ്റം കൊച്ചി നഗരത്തിനുണ്ട്, അല്ലെങ്കിൽ മറ്റു പല നഗരങ്ങൾക്കും. നഗരങ്ങളിലാണ് ഈ പ്രശ്നം കൂടുതലുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലെ നഗരങ്ങളുടെ മാത്രം പ്രശ്നം. ഇപ്പൊ കോഴിക്കോടായാലും തൃശ്ശൂര്, എറണാകുളം, തിരുവനന്തപുരം, ഈ പറയുന്ന നഗരപ്രദേശങ്ങളിലെല്ലാം മാലിന്യം എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ളതും നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതും പ്രാഥമികമായിട്ടുള്ള ഒരു മുൻഗണനാ പട്ടികയിൽ ഏറ്റവും പ്രധാനമായിട്ട് കണ്ട് അതിനെ അഭിസംബോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ചെയ്യേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള കൃത്യമായ നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ ഒരു വളരെ കൃത്യമായ ഒരു ഗവൺമെന്റ് ഓർഡർ ഉൾപ്പെടെ ഉള്ളവ വന്നാൽ മാത്രമേ ഇതിന് പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ. നഗരപ്രദേശങ്ങളിലുള്ള മാലിന്യം നമുക്കറിയാം. ബോംബെ പോലുള്ള നഗരങ്ങളിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ പൊല്യൂട്ടഡ് ആയി പോയല്ലോ. ബോംബെ, ഈവൻ ബാംഗ്ലൂർ പോലും പലപ്പോഴും പണ്ട് നമ്മൾ 2 ദിവസം വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്ന ഒരു സ്ഥലമായിരുന്നു ബാംഗ്ലൂർ. ഇപ്പൊ അവിടെ പോകാൻ പറ്റില്ല, വളരെ പൊല്യൂട്ടഡ് ആയി മാറി. അപ്പൊ നഗരങ്ങളിൽ ഇത് ഒരു സ്ഥിര കാഴ്ചയായി മാറുകയാണ്. അതിൻ്റെ അകത്ത് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഓക്കെ മാഡം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ അപ്പൊ യാതൊരു വിവാദവും ഇല്ല. താങ്ക് യു.